ആളുകൾ സംസാരിക്കുന്നുണ്ട്. എല്ലാവരും ത്രെട്ടൻ ചെയ്യുന്ന ഒരു ഭീതി. കാരണം ഈ 60% മനുഷ്യർ എല്ലായിടത്തു നിന്നും ചെന്നവരാ. ഉം. അവരുടെ മക്കൾ അവിടെ ജനിച്ചത് കാരണം കൊണ്ട് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് കിട്ടിയിരിക്കുന്നവരാണ്. ഉം. അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് കൊണ്ട് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് കിട്ടിയിരിക്കുന്നവരാണ്. അവർ ശരിക്കും അവിടുത്തെ സിറ്റിസൺ ആയിട്ടുണ്ടാകും. ഉം. 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 പലരും ഒരാള് സിറ്റിസൺഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ മറ്റേ ആൾ എടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഉം. 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 നാട്ടിലൊക്കെ നമുക്ക് വേണമെങ്കിൽ തിരിച്ചു പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. കാരണം ഡ്യുവൽ സിറ്റിസൺഷിപ്പ് സാധ്യമല്ലാതെ ഇരിക്കുന്ന രാജ്യങ്ങളിലുള്ളവർ മുഴുവൻ ഏതെങ്കിലും ഒന്നേ എടുക്കാനൊക്കത്തുള്ളൂ. ഉം. 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 അപ്പം അത് അങ്ങോട്ട് റൂട്ട് പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ആരെങ്കിലും ഒരാൾ എടുക്കുന്നുണ്ടായിരിക്കരുത്. പക്ഷെ എടുക്കാത്ത ആളുകൾ മുഴുവൻ ത്രെട്ടൻഡ് ആയിപ്പോയി. ഓ. ഈ നമ്മുടെ നാട്ടിനകത്ത് വന്നതുപോലെ ഐസ് എന്ന് പറഞ്ഞ് ഇവിടെ SIR വരുന്ന പോലെ ഐസ് വന്ന് ഇതേ അപ്പം ഇത് മുഴുവൻ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. എന്തോ ഒരു രാജ്യത്തെ ജനത അവിടെ തന്നെ ജനിച്ചു കഴിഞ്ഞാൽ എന്തോ ഈ ജനിച്ചവർക്ക് സവിശേഷമായ ഒരു സംഭവം ഉണ്ടെന്നുള്ള നിലവാരത്തിൽ അതെല്ലാം ഇപ്പോൾ ആർക്കും ഒരു സംശയമൊന്നുമില്ല ഇപ്പോൾ. അല്ലാതെ ഈ അതിരുകളും സാധനങ്ങളും ഒക്കെ മനുഷ്യരുണ്ടാക്കിയതാണെന്നൊക്കെ എല്ലാം അങ്ങ് മറന്ന്. ഞാൻ പറഞ്ഞല്ലേ മെക്സിക്കോ ആയിരുന്നു കാലിഫോർണിയ മെക്സിക്കോ ആയിരുന്നു എന്നുള്ള കാര്യം എല്ലാവരും മറന്നു. ഉം. ഇതൊക്കെ 50-100 വർഷത്തിന് മുമ്പുള്ള കഥയാണ്. ഇപ്പം നമ്മൾ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒരു ഒരു 60-70 വർഷം മുമ്പ് ഉണ്ടായതാണെന്നുള്ള കാര്യമൊക്കെ ഭയങ്കര ഇത് പണ്ടേ ഇവിടെ ബോർഡർ ഉള്ള പോലാണല്ലോ നമ്മളൊക്കെ അഭിനയിക്കുന്നത്. എല്ലാ ബോർഡറും മനുഷ്യ സങ്കല്പത്തിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇവിടെങ്ങും ഇല്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു സംശയമില്ലാതിരിക്കുന്ന സ്ഥലങ്ങളിലാണ്. അപ്പോൾ അതിനകത്ത് ഈ തരത്തിലുള്ള മുഴുവൻ ബോധം അവിടെ പോയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അൺസർട്ടനിറ്റി ഉണ്ടായി പോയിട്ടുണ്ട്. എന്ന് ഞാൻ 2 തലമുറ കഴിഞ്ഞവരോട് ചോദിക്കും, ഉം. നിങ്ങൾ എവിടുന്നാ വന്നതെന്ന്? അവിടെ ജനിച്ചു വളർന്നവരവര്. പക്ഷെ കണ്ടാ അറിയാം നീ കൊറിയക്കാരനാണെന്ന്. കണ്ടാ നീ ജപ്പാൻകാരനാണെന്ന്. കണ്ടാ നീ ചൈനക്കാരനാണെന്ന് അറിയാം. കണ്ടാ നീ ആഫ്രിക്കക്കാരനാണെന്ന് അറിയാം. അങ്ങനെ പറയേണ്ടി വരുന്നുണ്ട്. ആഫ്രിക്കൻ അമേരിക്കൻസ് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അവര് അമേരിക്കക്കാരായിട്ടില്ല. ഇത് നമ്മൾ കൃത്യമായിട്ട് അറിയണം. അല്ലാതെ അമേരിക്കക്കാർ ആരാന്ന് ചോദിച്ചാൽ ആരുമില്ല. അമേരിക്കക്കാരനെന്ന് പറയുന്ന ഒരാൾ ലോകത്തില്ലാതായത് ഞാൻ അവിടുത്തെ യഥാർത്ഥത്തില് നേറ്റീവ് അമേരിക്കൻസ് ഇല്ലാതായി പോയ സ്ഥലമല്ലേ. ആ സ്ഥലത്താണ് ഈ ആളുകളെ അൺസർട്ടനിറ്റി ഉണ്ടാക്കി കളഞ്ഞിട്ടുണ്ട്. ഓ. അത് വളരെ ബോധപൂർവം ഒരു സമയത്ത് നമ്മൾ ആലോചിക്കണം ഈ സ്വാതന്ത്ര്യം കിട്ടി ഈ സ്ലേവ്സിനെ മാറ്റിയ ആ സമയത്തൊക്കെ തന്നെ കുക്ലുക്സ് ക്ലാൻ ഉണ്ടായെന്ന് അറിയണം. അവിടുത്തെ വെളുത്ത ആൾക്കാർ തന്നെയാണ്. അവർ കംപ്ലീറ്റ് തല മൂടിയിട്ടാണ് ആളുകൾ എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളായിരിക്കുന്നവരാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതെന്ന് അറിയണം. ആരാണെന്ന് തിരിച്ചറിയാതിരിക്കാനായിരുന്നു അവർ ആ വേഷം കണ്ടുപിടിച്ചത്. 2 കണ്ണിന് മാത്രമേ ഇടത്തുള്ളൂ. വെളുത്ത ഒരു മുഖംമൂടി ഇട്ടിട്ടായിരിക്കും പുറത്തോട്ടിറങ്ങുന്നത്. അപ്പോൾ ആരാണെന്ന് അറിയാനേ പറ്റത്തില്ല. അപ്പോൾ ഇന്നലെ നമ്മൾ 2 പേരും കൂടെ കാപ്പി കുടിക്കാൻ പോകുന്നവരാണ്. പക്ഷെ രാത്രി വേറെ ആളാണ്. ഇത് ചെയ്തായിരുന്നു ടെറർ ഉണ്ടാക്കിയായിരുന്നു ഈ എന്താണ് ഈക്വാലി ആയിട്ട് പെരുമാറുന്ന കറുത്ത വർഗ്ഗക്കാരെ മുഴുവൻ നിയന്ത്രിച്ചത്. അത് ആ സൗത്ത് മുഴുവനുണ്ട്. ഇപ്പോഴുമുണ്ട്. ഞാൻ അവിടെ പോയി താമസിച്ചിരുന്ന അറ്റ്ലാന്റ, ജോർജിയ എന്ന് പറയുന്ന സ്ഥലം അതിൻ്റെയൊക്കെ കേന്ദ്രമാണ്. അവിടെ ഇപ്പോഴും അതുണ്ട്. വർണ്ണവിവേചനമുണ്ട്. നമ്മൾ വർണ്ണവിവേചനം നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചോദിച്ചാൽ അവരങ്ങ് നടന്നു പോകും. അപ്പം നമ്മളിങ്ങനെ ഒന്ന് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കും. അവരങ്ങ് നടന്നു പോകുന്നത് വർണ്ണവിവേചനമാണെന്ന് നമ്മൾ ആദ്യം അറിയില്ല. കേട്ടില്ലെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. അവർക്കറിയാം. അങ്ങനെ ചോദിച്ചാൽ അതിന് ഉത്തരം പറയേണ്ട കാര്യം അവർക്കില്ലാന്നറിയാം. അങ്ങനെ പെരുമാറുന്ന സ്ഥലങ്ങളുണ്ട്. വില നൽകാത്തൊരവസ്ഥ അല്ലേ? അത് നമുക്ക് തീരെ എൻട്രൻസ് ഇല്ല. ആ സ്ഥലത്തോട്ട് പോകാൻ ഒക്കത്തില്ല. അറിയാതെ നമ്മൾ അവിടോട്ട് പോകണ്ടാന്ന് തീരുമാനിക്കും. ഇത് ഗെറ്റോയിസേഷൻ കൊണ്ട് ഇതേ പ്രശ്നം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെല്ലുന്നവരെല്ലാവരും കൂടെ ഒരു വിഭാഗക്കാർ ഒന്നിച്ച് ഒരിടത്ത് താമസിച്ചാൽ അവർ വേറെ ആൾക്കാരെ അവിടോട്ട് കയറ്റത്തില്ല. ഇത് പൊതുവേ ഉള്ളതാണ്. പക്ഷെ മറ്റവർക്ക് കുറച്ചുകൂടെ അധികാരവും ബലവും കൂടെ ഉണ്ട്. അതുകൊണ്ട് 2ാം തട്ടിലുള്ള ആൾക്കാർ തമ്മിലുള്ള അടികളാണ് നമ്മളെപ്പോഴും കേൾക്കുന്നത്. മറ്റത് കേൾക്കത്തില്ല. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്ലബ്ബുകൾ, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അവിടോട്ട് സത്യത്തിൽ നമുക്ക് പ്രവേശനമില്ല. നമ്മളില്ല. അവിടെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ റോഡിന്റെ സൈഡിൽ നിന്ന് ഒരു ചോദ്യം ഒരാളോട് അങ്ങോട്ടാണോ പോകേണ്ടതെന്ന് ചോദിച്ചാൽ മറുപടി അവരങ്ങ് പോകും. അവരാ പോകുമ്പോൾ നമ്മൾ വേറൊരാളോട് ചോദിച്ചിട്ട് അത് പരിഹരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളത് ചെയ്യുന്ന ഒരു വലിയ രീതിയുണ്ട്.
ഓക്കെ, അത് ഓക്കെ. ഭയങ്കരമായിട്ട് നമ്മൾ അനുഭവിച്ചു പോയ അത് ഈ ചെല്ലുന്ന ജനതയ്ക്കെല്ലാം അറിയാം. അവരുടെ അടുത്ത് സംസാരിക്കേണ്ട, അവരുടെ അടുത്ത് പോകണ്ട. ചില സമയത്തൊക്കെ വയലന്റ് ആയിട്ട് പെരുമാറുന്ന ഏരിയകളുമുണ്ട്. അത് ഈ എന്താണ് കറുത്തവര് വയലന്റ് ആണെന്ന് പ്രചരിപ്പിച്ചതാണ് ഏറ്റവും വലിയ അവരുടെ ഒരു വിജയം. കാരണം ഉം. ഈ ഫ്രസ്ട്രേഷൻ വന്നിട്ട് ഒരു തരത്തിലും ഇതില്ലാത്ത പെരുമാറുന്നത് മുഴുവൻ ഇപ്പൊ വയലൻസ് പ്ലസ് ബ്ലാക്സ് ഇതിനകത്ത് ഇന്ത്യക്കാർക്ക് നല്ല റൂളുണ്ട്. അതെങ്ങനെ? ഈ ബ്രൗൺ നമ്മൾ ബ്രൗൺ ആ, ആണെന്നാണ്. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ ആരുടെ കൂടെ നിൽക്കുന്നത് ചോദിച്ചാൽ വെള്ളക്കാരുടെ കൂടെ നിൽക്കുന്നത്. ഇത് ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് സമരം ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. നേറ്റീവ് അമേരിക്കൻസ് നേറ്റീവ് ബ്ലാക്സിന്റെ കൂടെ ഞങ്ങളെ പെടുത്തരുതെന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ സമരം തന്നെ തുടങ്ങുന്നത്. ആ. ഇത് നമ്മൾ അറിയണം. നമ്മൾ ഇന്ത്യക്കാരെ പോലെ റേസിസ്റ്റുകളായിട്ട് ലോകത്ത് വേറെ ആരുമില്ല. ഈ വെള്ളക്കാർ പോലും ഇല്ല. നമ്മൾ ഈ ജാതി എന്ന് പറയുന്നത് ഈ റേസിസമാണ്. പക്ഷെ അത് നമുക്ക് അങ്ങനെ അറിയില്ല. അപ്പൊ അത് നമ്മളത് അനുഭവിക്കുന്നത് ഈ വെള്ളക്കാരുടെ അടുത്ത് ചെല്ലുമ്പോഴാണ്. ഞാനത് വ്യക്തിപരമായി അനുഭവിച്ചത് ദുബായി വെച്ചപ്പോഴാണ്. ഉം. ഒരു കുറെ വൈറ്റ്സ് ഉള്ള ഒരു സംഘത്തിന്റെ കൂടെ ആയിരുന്നു ഒരു മ്യൂസിയം കാണുകയാണ്. ഉം. അപ്പൊ ഒരു കീ ഹോളിൽ കൂടെ നോക്കിയാൽ ഭയങ്കരമായിട്ട് കാണാന് ഒരു വേറൊരു ലോകം കാണാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഒരു ഉം. 3D സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം കൂടുതൽ ആൾക്കാർ ഇത് മിസ് ചെയ്ത് ഒരു ചെറിയ ഹോള് മാത്രമേ ഉള്ളൂ. ഉം. അപ്പൊ ഞാൻ ഇവരുടെ ഒപ്പം പോവുകയാണ്. ഞാനിത് അവിടെ ചെന്നപ്പോ ഇതിനകത്തോടെ അറിയാതെ നോക്കിയപ്പോഴാണ് ഞാൻ ഇത് അതിന്റെ മുന്നേ പോയ ഒത്തിരി പേര് കണ്ടില്ല. ഉം. കാരണം അത് അങ്ങനെ കാണുന്ന നിലവാരത്തിലല്ല അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാന് ചുറ്റും നിൽക്കുന്നവരോട് പറയും കം ആൻഡ് സീ എന്ന് പറയുന്നത്. ഒറ്റൊരാള് ഞാനില്ലടോ. ഞാനീ പറഞ്ഞിട്ട് ഒരാൾ പോലും എന്നെ കാണുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുക. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇതെന്താ ഇത് ഇവര് കേൾക്കുന്നില്ലേ എന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അവർ മുഴുവൻ ഒരു വൈറ്റ് ഗ്രൂപ്പാ. അപ്പൊ ഞാൻ അവരോട് സംസാരിക്കേണ്ട കാര്യം അവർക്കില്ല. ഞാൻ പറയുന്നത് കേൾക്കേണ്ട കാര്യവുമില്ല. ഭാഷാ പ്രശ്നമാണെന്ന് അവർ ഇംഗ്ലീഷാ സംസാരിക്കുന്നത്. ഞാൻ ആദ്യം അങ്ങനെയൊക്കെ നമ്മൾ സംശയിച്ചു പോവല്ലോ. നമ്മൾ പറഞ്ഞ കാര്യം അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. പക്ഷെ അതാണ് ഞാൻ ഇൻവിസിബിൾ ആയിപ്പോയി. ആ ഇൻവിസിബിലിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ റേസിസ്റ്റ് പെരുമാറ്റങ്ങളിലെ ഏറ്റവും സൂക്ഷ്മമായ സ്ഥലം അതാണ്. നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ വലിയ ഈ 5 സ്റ്റാർ ഹോട്ടല് അവിടുത്തെ ചെന്നാല് ആരും നമ്മളെ കാണുന്നുണ്ടാകത്തില്ല. നമ്മൾ ചോദിച്ചാല് അവർ വേറെ ആൾക്കാരുടെ അപ്പുറത്തിരിക്കുന്നവരുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. എയർലൈൻസിന്റെ അവിടെ കാണാൻ പറ്റും അത്. അതൊക്കെ നമുക്ക് അറിയാതെ അവർ വയലന്റ് ആയിട്ട് പെരുമാറിയിട്ടില്ല. മോശമായി പെരുമാറിയിട്ടില്ല. പക്ഷെ നമ്മളില്ല. ഈ രീതിയിലുള്ളൊരു സാധനമുണ്ട്. ഒരാൾക്കൊരു അറ്റൻഡൻസ് കൊടുക്കാന്ന് പറയണതും അത് ആ ഏരിയയിലാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രകടന സ്ഥലമുള്ളത്. അയാൾ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. ആരുടെയെങ്കിലും കണ്ണ് കിട്ടിയിട്ടോ, മുഖം കിട്ടിയിട്ടോ ഒന്നും കാര്യം പറയാന്. ഒരു കാര്യം ചോദിക്കാന്. അത് കിട്ടത്തില്ല. അതാണ് അവര് ചെയ്യുന്നത്. അത് എല്ലാ വ്യത്യസ്തമായ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിലെ ഒരു 60% ഏതെങ്കിലും സ്ഥലത്തു നിന്ന് വന്നവരാണ്. പക്ഷേ ഈ ചെന്നവര് മുഴുവനും ഞാൻ നേരത്തെ വീട്ടിനകത്ത് അപൊളിറ്റിക്കലായ ആളുകളാണ് ചെന്നിരിക്കുന്നത്. കാരണം അവരുടെ കാര്യം മാത്രം നോക്കി എങ്ങനെങ്കിലും ജീവിക്കണമെന്നും, സമൂഹത്തിൽ ഉയരണമെന്നും, പണം ഉണ്ടാക്കണമെന്നും മാത്രം അറിയുന്നവരാണ്. അത്തരത്തിലുള്ള അപൊളിറ്റിക്കലായ വലിയൊരു വിഭാഗമാണ് ജനത എന്നുള്ള നിലവാരത്തിലുള്ളത്. ഈ അപ്പുറത്ത് 250 വർഷത്തെ ഒരു പാരമ്പര്യം ഉണ്ടെന്ന് വിചാരിക്കുന്നതിനകത്ത് റേസിസ്റ്റുകളായ ആൾക്കാരുടെ അല്ലാത്ത ഉൽപ്പതിഷ്ണുക്കൾ എന്ന് നമ്മൾ പറയാവുന്ന ഉം. ലോകം മാറണമെന്ന് ആഗ്രഹിക്കുന്നവരായ ഒരു 25 തൊട്ട് 30% മനുഷ്യരുണ്ടാവും. അവരാണ് പൊളിറ്റിക്കലായിട്ട് അവിടെ ആക്റ്റീവ് ആയിട്ടുള്ളത്. ഇപ്പോൾ പൊളിറ്റിക്സിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇന്ത്യയിൽ ഈ സിനിമയെ പൊളിറ്റിക്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയുടെ പുറത്ത് ഒരുപാട് ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ദുരന്തർ എന്നൊരു സിനിമ ഇറങ്ങുന്നു. അതിന് 2 ഭാഗങ്ങൾ ഇറങ്ങി. ദുരന്തർ 1, ദുരന്തർ 2. അത് രണ്ടും ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ചാരപ്രവർത്തികളെ അധിഷ്ഠിതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആക്ഷൻ ബോളിവുഡ് സിനിമയാണ്. അപ്പോൾ ആ സിനിമയിൽ ഒരു 2ാം ഭാഗത്ത് പ്രത്യേകിച്ച് മോദി വരുമ്പോൾ ഈ പുതിയ ഇന്ത്യ വരുന്നു. പുതിയ ഇന്ത്യ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ കയറിയവരെ അവരുടെ വീട്ടിൽ പോയി അടിക്കുകയും ചെയ്യും, കൊല്ലുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ടാഗ് ലൈൻ തന്നെ. അപ്പം ഇതിനൊരു പ്രൊപ്പഗാൻഡയാണ്, ഇതൊരു പ്രൊപ്പഗാൻഡ സിനിമയാണെന്നൊക്കെ വ്യാപക പരാമർശമൊക്കെ വരുന്നുണ്ട്. മൈത്രേയൻ ഇതിനെപ്പറ്റി അറിഞ്ഞിരുന്നോ? ഈ ഒരു വിഷയത്തെ ഞാനത് എങ്ങനെയാ കണ്ടില്ല. പ്രതികരിച്ചത്? ആ. പക്ഷെ ഈ ക്രിട്ടിക്കലായിട്ട് ആൾക്കാർ എഴുതുകയും പറയുകയൊക്കെ ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇതൊന്നും ഒരു സംശയം എന്തിനാണ് നമ്മൾ കേരള സ്റ്റോറിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പ്രൊപ്പഗൻഡ അല്ലാത്ത ഒരു സിനിമയും സത്യത്തിലില്ല. നമ്മൾ ഉം. ആദ്യം മനസ്സിലാകണം. നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ സിസ്റ്റത്തിനകത്തായിരിക്കും ഒരു സിനിമ ഉണ്ടാക്കുന്നത്.
ഉം. എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ലോകത്തില്ല.